ശശീന്ദ്രൻ കർത്തിയുടെ കരിമണൽ കടത്തിന് കുട പിടിച്ചത് മുഖ്യമന്ത്രിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതീകാത്മകമായി പിണറായി വിജയനെ വിലങ്ങുവെക്കൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാസപ്പടി വിഷയത്തിൽ മകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിണറായി വിജയനെ വിലങ്ങുവെക്കൽ സമരം നടത്തിയത്. കട്ടപ്പള്ളി നടത്തിയ പ്രകടനത്തിൽ പിണറായി വിജയന്റെ മുഖംമൂടി അണിഞ്ഞ വേഷധാരിക്ക് വിലങ്ങ് വെച്ച് നടത്തിപ്പിച്ചു. ആറാട്ടുപുഴ ഉൾപ്പെടെയുള്ള കരിമണൽ ശേഖരമുള്ള സ്ഥലങ്ങളിൽ നിന്നും രഹസ്യമായി കരിമണൽ കടത്തുന്നതിന് CMRL ഒത്താശ ചെയ്തത് പിണറായി വിജയനാണ്. അതിനുള്ള പ്രതിഫലമായാണ് എക്സാലോജിക് എന്ന വീണ വിജയന്റെ കമ്പനിക്ക് 1,72,00,000 രൂപ ലഭിച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ കുറ്റവാളി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന കമ്പനി എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനി എങ്ങനെയാണ് തുടങ്ങിയതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. നമുക്കാർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ്. തന്റെ അമ്മയുടെ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ 3 മാസത്തെ പെൻഷൻ തുക കൊണ്ട് അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയൻ തുടങ്ങിയ കമ്പനിയാണ് എക്സാലോജിക് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. 3 മാസത്തെ പെൻഷൻ തുക കൊണ്ട് മാത്രം തുടങ്ങിയ ഒരു കമ്പനി CMRL പോലെ ഉള്ള ഒരു കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു കമ്പനിക്ക് എന്ത് സേവനമാണ് നൽകിയത് എന്നുള്ളത് കേന്ദ്ര ഏജൻസിയായ ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ആർ കിബർബിൽ അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യു കെ ജോൺ, നിഹാൽ ഷിഹാബുദ്ദീൻ, അഡ്വക്കേറ്റ് ജോമോൻ PJ, അഡ്വക്കേറ്റ് മോബിൻ മാത്യു, ഷിൻസ് ഏലിയാസ്, അസൈൻ പള്ളിമുക്ക്, നേതാക്കളായ ജിതിൻ ഉപ്പുമാക്കൽ, ഷാരിബിനി ശങ്കർ, മനോജ് രാജൻ, ഷാനു ഷാഹുൽ, മനു CL, ആൽബിൻ മണ്ണഞ്ചേരിയിൽ, ആനന്ദ് തോമസ് മൈക്കിൾ, സിജു ചക്കുമുട്ടിൽ, പ്രശാന്ത് രാജു, അനൻ C മനോജ്, MM സന്തോഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.